വയനാട് ചീരാലിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചിരുന്ന പുലി കൂട്ടിലായി. വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് ഇന്നലെ രാത്രി പുലി കുടുങ്ങിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. റോബിൻ മാത്യു മറ്റത്തിൽ ചേരുന്നു വിവരങ്ങളുമായി. റോബിനെ പറയൂ. അബ്ജോദെ, കഴിഞ്ഞ കുറേ ചീരാലിൽ പുലി വലിയ പ്രതിസന്ധിയായിരുന്നു, ആശങ്കയായിരുന്നു. ആളുകളുടെ വീടുകളിൽ കയറി വളർത്തുമൃഗങ്ങളെ പിടികൂടുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകുന്നേരം രാത്രിയോടെ ഒരു വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു പശുക്കുട്ടിയാണ് ഏറ്റവും ഒടുവിൽ പുലി ആക്രമിച്ചത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പുലി സമാനമായ രീതിയിൽ ആക്രമണം നടത്തി അവിടെ ഒരു കൂട് വെച്ച് അന്നൊരു പുലിയെ പിടികൂടുകയും ചെയ്തതാണ്. തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു പുലി അതേ പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആ പുലിയാണ് ഇപ്പോൾ വനം വകുപ്പിനെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ കൂട് സ്ഥാപിച്ചു. ഇന്നിപ്പോൾ പുലി കൂട്ടിലായിട്ടുണ്ട്. ആൺപുലിയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. 2 വയസ്സ് പ്രായമുള്ള പുലിയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. എന്തായാലും ഇനി കുറച്ച് ദിവസത്തേക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ആളുകളുടെ ഒരു ആശ്വാസം. പക്ഷെ അത് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന സ്ഥലമാണ്. പുലി പോലുള്ള വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് കരടിയും പുലിയും ഒക്കെ എപ്പോഴും ഇറങ്ങുകയും ആളുകൾക്ക് ആശങ്കയുണ്ടാക്കുകയും ജനവാസ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ചീരാലിനോട് ചേർന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് വളർത്തുമൃഗങ്ങളെ തുടർച്ചയായി പിടിക്കുന്നതും മറ്റും അവിടെ പ്രതിഷേധത്തിന് പലപ്പോഴും കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ താൽക്കാലിക ആശ്വാസമാണ്. പുലിയെ കുപ്പാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിരിക്കും.